എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സോപ്പ് മേക്കിംഗ് സീരീസിലെ 4ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അലോവേര തുളസി സോപ്പ്. ഞങ്ങളുടെ ഒരു കസ്റ്റമൈസ്ഡ് സോപ്പാണ് അലോ തുളസിയുടെ റെസിപ്പിയാണ്. അലോ തുളസിയിൽ നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് അലോവേര എക്സ്ട്രാക്റ്റും കൃഷ്ണ തുളസിയുടെ എക്സ്ട്രാക്റ്റുമാണ്. ഹോം മെയ്ഡ് എക്സ്ട്രാക്റ്റാണ്. ഫ്രഷ് ജ്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അലോവേര തുളസി നമുക്ക് രണ്ടും വീട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് തുളസി ആദ്യം കളക്ട് ചെയ്യാം. അലോവേര മാത്രമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സോപ്പിന് ഒരു വൈറ്റ് കളറാണ് കിട്ടുക. അപ്പോൾ സോപ്പിന് ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃഷ്ണ തുളസിയും കൂടി ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൃഷ്ണ തുളസിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് അലോവേരയാണ് വേണ്ടത്. അലോവേര നമുക്ക് പ്ലാന്റ് കിച്ചണിലാണ് വെക്കാറ്. അലോവേരയുടെ ഒരു ലീഫ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. ഒരു മഞ്ഞ കളറിലൊരു ഇതിൻ്റെ ഒരു പശ വരും. ഇത് കുറച്ച് നേരം തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇത് നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് ശേഷം വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അലോവേര നമ്മൾ തണുത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി ഈ ഒരു മുള്ളുള്ള ഈ ഒരു 2 സൈഡ് പീൽ ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ജെല്ലെടുക്കാം. ഇങ്ങനെ ജെല്ല് മുഴുവൻ എല്ലാത്തിൻ്റെയും ജെല്ലെടുക്കാം. ജെല്ല് നമ്മളിതാ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ കഴുകിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇടാൻ പോവാണ്. ഇന്ന് വളരെ കുറച്ച് നമുക്ക് സോപ്പിലോട്ട് ആഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ജെല്ലിന് നല്ലപോലെ അരച്ചെടുക്കാം. നമ്മുടെ അലോവേര ജ്യൂസ് നല്ലപോലെ അരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം ജ്യൂസ് കിട്ടി എന്നുള്ളതൊരു മെഷറിങ് കപ്പിൽ നമ്മൾ മെഷർ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കൃഷ്ണ തുളസി കഴുകി വെച്ചിരിക്കുന്ന കൃഷ്ണ തുളസിയും കൂടെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അലോവേര ജ്യൂസ് മാത്രം ആഡ് ചെയ്തിട്ട് സോപ്പ് മേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വൈറ്റ് കളറേ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞങ്ങൾ സോപ്പിന് ലൈറ്റായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണ തുളസി ആഡ് ചെയ്യുന്നത്. പിന്നെ രണ്ടും നമുക്ക് സ്കിന്നിന് ബെനിഫിറ്റ്സ് കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മുടെ അലോവേരേൻ്റെ എക്സ്ട്രാക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 50 ml ആണ് നമുക്ക് എക്സ്ട്രാക്റ്റ് കിട്ടിയിരിക്കുന്നത്, ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 1 വീക്ക് വരേക്കും ഇങ്ങനെ നമുക്ക് വെക്കാം, യൂസ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ ഒരു 3 മാസക്കാലത്തോളം ഈ ജ്യൂസ് നമുക്ക് എടുത്തു വെക്കണമെങ്കിൽ, പ്രിസർവ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. ഫിനോക്സി എത്തനോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫിനോക്സി എത്തനോളിൻ്റെ മെഷർമെൻറ്റ് 100 ml ജ്യൂസിന് 1 ml ഫിനോക്സി എത്തനോളാണ്. അതായത് ഇതൊരു 50 ml ആണെങ്കിൽ അപ്പോൾ 0.5 ഫില്ലറിൽ വേണം അളന്നെടുക്കാൻ വേണ്ടിയിട്ട് 0.5 ml ഫിനോക്സി എത്തനോൾ ആഡ് ചെയ്യണം. ഇനി അഥവാ സോഡിയം ബെൻസോണേറ്റ് ആണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഡിയം ബെൻസോണേറ്റിൻ്റെ മെഷർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100 ml 2 gram എന്നുള്ള കണക്കിൽ. ഇപ്പോൾ 50 ml ആണെങ്കിൽ 1 gram സോഡിയം ബെൻസോണേറ്റ് ആഡ് ചെയ്താൽ മതി. ഇനി നമ്മളിത് നല്ലപോലെ കഴുകി വെച്ച് കൃഷ്ണ തുളസി ഇതും ഒന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതിന് ജ്യൂസ് എടുക്കാം. നമ്മുടെ തുളസി നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചു വേണം എടുക്കാൻ. ജ്യൂസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. തുളസി എക്സ്ട്രാക്റ്റ് നമുക്ക് 10 ml കിട്ടിയിട്ടുള്ളൂ. കുറച്ച് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. 10 ml തുളസി എക്സ്ട്രാക്റ്റ്, 50 ml
അലോവേറ ജ്യൂസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 10 ml ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിനോക്സി എത്തനോൾ ആഡ് ചെയ്യണമെങ്കിൽ 0.1 ഫിനോക്സി എത്തനോൾ 0.1 10 ml 0.1 എന്നുള്ള റേഷ്യോയിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് സോപ്പിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. 100 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് 106 ഗ്രാം ഞാൻ മെഷർ ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആൽമണ്ട് ഓയിൽ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അലോവേരേൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്, ഇത് തുളസിയുടെ എക്സ്ട്രാക്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ മതി. നമുക്കൊരു 100 ഗ്രാമിൻ്റെ സോപ്പ്, 100 ഗ്രാമിൻ്റെ സോപ്പിലോട്ട് ഒരു 1 ml തുളസിയുടെ നീര് വേണ്ടു. ഒരു 1.5 ml നമ്മൾ അലോവേരേൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരു 2.5 ml വരും. അത് ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുന്നുണ്ട്. പ്രിസർവേറ്റീവ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ സോപ്പിൻ്റെ ലൈഫ് ഒരു 3 മാസമായിരിക്കും ഉണ്ടാവുക. കൂടുതലായിട്ട് ഇരിക്കണമെങ്കിലാണ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ടത്. ആൽമണ്ട് ഓയിൽ ഒരു 1 ഡ്രോപ്പ്, ഒരു ഡ്രോപ്പ് വെജിറ്റബിൾ ഗ്ലിസറിൻ. ഇതൊക്കെ ഓപ്ഷണലാണ്. സോപ്പിലോട്ടുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മെൽറ്റ് ചെയ്യാം. നമ്മുടെ സോപ്പ് ബേസ് ഇതാ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഡബിൾ ബോയിലിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് മെൽറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇറക്കി വെച്ചിട്ട് വേണം ഇത് മെൽറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസും ഫ്രാഗ്രൻസും ആഡ് ചെയ്യാവുന്നതാണ്. നല്ല ബേസ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് സെറ്റാവാൻ തുടങ്ങും. നമ്മൾ ആ മിക്സ്ചർ ആഡ് ചെയ്യാണ്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് സോപ്പിന് കിട്ടുക. നമുക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം. 100 ഗ്രാമിൻ്റെ സോപ്പിന് 1 ml ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഫില്ലർ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഫ്രാഗ്രൻസ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് എത്രയും പെട്ടെന്ന് മോൾഡിലോട്ട് ഒഴിച്ചു വയ്ക്കാം. ഒഴിക്കുന്ന സമയത്ത് മോൾഡിൽ ഇതുപോലെ പത വരും. പത കളയണമെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാറില്ല, എൻ്റെ അടുത്ത് റബ്ബിംഗ് ആൽക്കഹോൾ ഇല്ല. വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ പുറത്തൊക്കെ ഷോപ്പിലൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്ത് ഈ ബബിൾസ് കളയാം. ഇനി അഥവാ റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ചെറുതായി ഇങ്ങനെ വടിച്ചു കൊടുത്താലും നമുക്കിത് പോരും. ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. പക്ഷെ ചെറിയ ഒരു വ്യത്യാസം സോപ്പിൻ്റെ വെയിറ്റിൽ വരും. അതുകൊണ്ട് ഞാൻ ഇതും ചെയ്യാറില്ല. നമ്മുടെ അലോ തുളസിയുടെ സോപ്പ് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1 hourന് ശേഷം നമുക്കിത് അൺമോൾഡ് ചെയ്ത് പാക്കിങ് കാണിക്കാം. 1 hourന് ശേഷം നമ്മൾ നമ്മുടെ സോപ്പ് അൺമോൾഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു കളറ് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് സോപ്പിന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്തായിട്ട് ഇത് പാക്ക് ചെയ്യാം. സോപ്പ് അൺമോൾഡ് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യാൻ നോക്കുക. ഇതാ നമ്മുടെ സോപ്പ് ഞാൻ നല്ല ഭംഗിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് എത്ര വെയിറ്റ് എന്ന് നോക്കാം. 100 ഗ്രാമാണ് സോപ്പിന് വെയിറ്റ് വന്നിരിക്കുന്നത്.
പാക്കിങ്ങും കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നല്ല വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്യുക, എയർ ടൈറ്റായിട്ട് പാക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് എയർ കയറി കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് സ്വെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഉള്ളിലുള്ള ഗ്ലിസറിൻ കണ്ടൻറ്റ് പുറത്തേക്ക് വരും. അപ്പോൾ അത് സോപ്പിനൊരു അഭംഗിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് പാക്ക് ചെയ്യാം. ഞങ്ങളുടെ എലോ തുളസി സോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.